ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രാഹുൽ ഫാബി. വെൽക്കം ടു ഫാബ്സ് ആൻഡ് വീൽസ്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ താറിൻ്റെ ഹാർഡ് ടോപ്പ് നമ്മൾ വീണ്ടും ഒരെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഓരോ വർക്കുകളും ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും, അതിൻ്റെ ഫിനിഷിങ്ങിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോഡിഫിക്കേഷൻ ആയാലും റീസ്റ്റോറേഷൻ ആയാലും ആക്ച്വലി ഇറ്റ്സ് ആൻ ആർട്ട്. അതിനൊരു സമയം വേണം, അതിൻ്റെ ക്ഷമ വേണം. അത് രണ്ട് ഭാഗത്തിലുണ്ടായാൽ മാത്രമാണ് നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ ഏകദേശം 2019 മോഡൽ ഒരു താറാണ് നമ്മളിവിടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ മെറ്റൽ വില്ലയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഹാർഡ് ടോപ്പാണ്. ഓൾമോസ്റ്റ് നമ്മളിതിൻ്റെ ഹാർഡ് ടോപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 18-20 ദിവസം കൊണ്ട് നമ്മൾ ഹാർഡ് ടോപ്പ് കംപ്ലീറ്റ് ആക്കി. പിന്നെ ബാക്കി സമയം വേണ്ടി വന്നതെല്ലാം നമ്മുടെ പെയിൻറ്റിങ്ങിനും അതിൻ്റെ ഇൻറ്റീരിയർ വർക്കിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ സമയം വേണ്ടി വന്നത്. ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് ഈ ഒരു വണ്ടി സ്റ്റോക്കിൽ തന്നെ ചെയ്യണം എന്നുള്ളത് ഒരാവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്കിലാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ബമ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാക്കിൽ ബട്ടർഫ്ലൈ ഡോർ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കസ്റ്റമായിട്ട് തന്നെയാണ് ഇതിൻ്റെ മെറ്റൽ പാർട്സുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങൾ എല്ലാം അഡീഷണൽ ഹെഡ്ലൈറ്റ്സ്, ടൈൽ ലാംപ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ആ കാര്യങ്ങളിലോട്ട് പോകാം. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയാം, ഞാൻ യൂട്യൂബിൽ കാണാത്ത ഒരു വീഡിയോ എടുക്കാനുള്ള നമ്മുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഈ സ്ഥലങ്ങൾക്ക്, അതായത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഇല്ലാതാവുന്നതോടൊപ്പം തന്നെ വീഡിയോഗ്രാഫേഴ്സിൻ്റെയും വംശനാശം വന്നു പോവുകയാണെന്ന് ചിലപ്പം തമാശയോടുകൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന പല പാടങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെ അത് ബാധിക്കാറുണ്ട്. ഒരു നല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും. സൗണ്ട് ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാടാണ്. സോ അങ്ങനെ വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ്. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് വീഡിയോ ഇടണം, പങ്ക്ച്വലായിട്ട് വീഡിയോ ഡെയിലി ഇടണം എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ എത്ര വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നാലും ഒരു കാരണവശാലും ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. കാരണം സാഹചര്യങ്ങളാണ്. നമ്മൾ ഒരു ഉപജീവനത്തിൻ്റെ മാർഗ്ഗത്തിലായതുകൊണ്ട് തന്നെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവായിട്ട് നിൽക്കുന്നത് 1 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം, അരമണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ളതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ യൂട്യൂബിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മന്ത്ലി വൺസ് ആയിരിക്കും, എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. എനിവേ, എല്ലാവരുടെയും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു നല്ല എപ്പിസോഡിലോട്ട് നമുക്ക് യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് നിങ്ങളുടെ കമ്പനിയിലൂടെ പഠിക്കാനും വേണ്ടിയിട്ട്. എനിവേ, വാം വെൽക്കം ടു ഫാബ്സ് ആൻഡ് വീൽസ് മെറ്റൽ വില്ല. നമ്മുടെ പുതിയ വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീസ്റ്റോറേഷനിലേക്ക് സ്വാഗതം. നല്ല വലിയ ക്യാമറയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള വലിയ ചാനലുകൾ കാണിക്കുന്ന പോലെ കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇമാജിനറി വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ തുച്ഛമായ രീതിയിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ഹാർഡ് ടോപ്പ് ചെയ്യാനുള്ള ഥാർ എത്തി. അതിൻ്റെ ഹാർഡ് ടോപ്പ് വളരെ ഗംഭീരമായിട്ട് പണി പുരോഗമിക്കുന്നത്. ഇത്ര ഫാസ്റ്റായിട്ടാണല്ലേ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നും. വളരെ ഏകദേശം 20 സ്പീഡിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഹാർഡ് ടോപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് സ്ട്രക്ചർ റെഡിയാക്കിയിട്ടുണ്ട്, സൈഡും ലെഫ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിലോട്ടും ഉടനെ തന്നെ നമ്മൾ കടക്കാറായിട്ട്. ഇത്ര പെട്ടെന്ന് പെയിൻ്റ് ആയോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു പോകും. പക്ഷേ വീഡിയോയിൽ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും റിയാലിറ്റിയിൽ ഇതിൻ്റെ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ പ്രേക്ഷകർ അതുപോലെ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. നമ്മുടെ എല്ലാത്തരം മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് നമ്മൾ ഹാർഡ് ടോപ്പ് ബിൽഡ് ചെയ്തത്. അതിൻ്റെ ബാക്കിയുള്ള വളരെ വിവരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഉടനെ ഇപ്പോൾ ഈ വരുന്ന വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളോട്ടും എത്തിയിട്ടുണ്ട്. സൈഡും എല്ലാം റെഡിയാക്കി ഷേപ്പാക്കി പുട്ടി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനു ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ഈ ഒരു സമയം കടന്നു പോയത്. കാരണം ഒരു ജൂൺ മാസമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നല്ല പണികൾ വരുന്നുണ്ടായിരുന്നു. മഴയുടെ പ്രശ്നങ്ങളും അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ പണി തരുന്നുണ്ടായിരുന്നു. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ നമ്മൾ പെയിൻറ്റിങ്ങിലോട്ട് എത്തി. ഈ വണ്ടിക്ക് മൊത്തം വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ഹാർഡ് ടോപ്പും അതിൻ്റെ ബമ്പറും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഹാർഡ് ടോപ്പിൻ്റെ പരിപാടിയെല്ലാം ഒതുക്കിയിട്ട് പതുക്കെ ബമ്പറിൻ്റെ കാര്യത്തിലോട്ട് ഫസ്റ്റാണ് നമ്മുടെ CNC കട്ടിങ്ങിൽ നമ്മുടെ ഒരു ബ്രാൻഡിങ്ങോട് കൂടി ഒരു കസ്റ്റം മെയ്ഡ് ബമ്പർ ഈ ഒരു വണ്ടിയിൽ ഇറങ്ങുന്നത് നമ്മൾ ഈ താറ് തന്നെയാണ് ചെയ്തത്. നമ്മളുടെ മെറ്റൽ വില്ലേന്ന് ആദ്യമായിട്ട് ചെയ്തിറക്കുന്ന ഒരു വണ്ടിയും ഈ താറ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു അണ്ടർസ്പെക്ഷൻ വേണ്ട, കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളാണ്. അപ്പോൾ ഹാർഡ് ടോപ്പും കഴിഞ്ഞു, നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞു, ഇൻറ്റീരിയറും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പോകാൻ വരട്ടെ. ഡീറ്റെയിൽഡായിട്ട് ഞാൻ ക്ലീനായിട്ട് നല്ല ക്വാളിറ്റിയിൽ കാണിച്ചു തരാം. ഇനി വരുന്ന
ഈ വരുന്ന ബാക്കി ഭാഗങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോസ് വളരെ ചെറിയ വീൽ ക്ലിപ്പുകൾ ഞാൻ ആഡ് ചെയ്തെടുത്താണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. അപ്പോൾ പിള്ളേർ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നെത്തി. നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യേണ്ട ദിവസം വന്നെത്തി. ഇതിന് മുന്നേ പറയാനൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഫൈനൽ ഡേ കറണ്ട് ഇല്ലാതിരുന്നപ്പോൾ അഡീഷണലി നമുക്കൊരു ജനറേറ്റർ തന്നെ വണ്ടി വാടകയ്ക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അതും ഞാൻ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ വർക്കുകളും ചെയ്യുന്നതിൻ്റെ ഹാർഡ് വർക്കും എക്സ്പെൻസ് എത്രത്തോളം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ആഡ് ചെയ്തത്. ഈ ഒരു ജനറേറ്റർ വാടക എടുത്തിട്ടായിരുന്നു ഈ ഒരു വണ്ടി ഫൈനൽ ഡേ. ഏകദേശം ഒരു ദിവസത്തോളം കറണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇല്ലായിരുന്നു. ഫൈനൽ ഡേ വാക്ക് പറഞ്ഞ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ആ ജനറേറ്റർ വാടകയ്ക്ക് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നുള്ള സ്റ്റേജാണ് നിങ്ങൾ അകത്തോട്ട് പോകുമ്പോൾ ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. വണ്ടി പെയിൻറ്റിങ്ങിൻ്റെ വക്കിലാണുള്ളത്. ഹാർഡ് ടോപ്പ് ബാക്കി പുട്ടി വർക്കും പ്രൈമറും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴും. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഒരു അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു സംഭവം നേരിടേണ്ടി വന്നു. എന്നാലും സാരമില്ല, നമ്മൾ കസ്റ്റമർ വരാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ബമ്പറിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി ഒറിജിനൽ വീഡിയോയിൽ കാണുമ്പോൾ ഇതിനേക്കാളും കിടിലമായിരിക്കും. അങ്ങനെ നമ്മുടെ ഓണർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഓണർ വന്നെത്തുകയാണ് സുഹൃത്തുക്കളെ. ആ സമയത്തോട്ടെത്തി ആൾ വന്നു, കാര്യങ്ങളൊക്കെ നോക്കി ഇതെല്ലാം ചെക്ക് ചെയ്തു. ആൾ തന്നെയാണ് വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി പതുക്കെ നമ്മുടെ കൈവിട്ട് പെട്ടെന്നായിട്ട് നമ്മുടെ ഗ്യാരേജിൽ ഇറക്കിയത്. അപ്പോൾ അത്രത്തോളം ഒരു കരഘോഷം ഉണ്ടാവും. ഏകദേശത്തോളം ഒരു 3 മാസത്തെ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഹാർഡ് വർക്കും അവരുടെ സപ്പോർട്ടും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരാളുടെ ആഗ്രഹമാണ് ഇവിടെ ശരിക്കും പോവുക എന്നുള്ളത്. ചില്ലറ കാര്യമല്ല. നമ്മളൊരു കടയിൽ പോയി വാങ്ങുന്നതിനേക്കാൾ എത്രത്തോളം പാടുപെട്ടാണ് നമ്മളിത് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. ഒരു കുട്ടിയെ എന്താ പറയുക, ഒരു പ്രഗ്നൻസി പീരീഡ് ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടികളെയൊക്കെ കാണുന്നത്. ആരെയാണെങ്കിലും നമുക്ക് ശരിക്കും നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ കുട്ടിയെ പോലെ തന്നെയാണ്. എനിവേ സന്തോഷത്തോടു കൂടി നമ്മൾ വണ്ടി ഡെലിവറി കൊടുത്തു. ഡെലിവറി കൊടുത്തതിന് ശേഷമാണ് വണ്ടി തിരിച്ച് കുറച്ച് റീവർക്കുകളും കാര്യങ്ങളൊക്കെ ടച്ചിങ് ഒക്കെ ആയിട്ട് വന്നപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി ഇട്ട്. ഇനിയിപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോ ഇട്ട് പോകാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പോകാമല്ലോ. അപ്പോൾ നമ്മുടെ താറിൻ്റെ ഏറ്റവും ഫാബ്സ് മൂവീസിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സൈഡ് പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ സിഗ്നേച്ചർ ഡിസൈനിലാണ് ഈ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന ഹാർഡ് ടോപ്പിൽ കാണാൻ പറ്റും. മറ്റാരും ചെയ്യുന്നതിനേക്കാളും നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഡിസൈൻ ഈ ഒരു ഭാഗത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ഹാർഡ് ടോപ്പുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഹാർഡ് ടോപ്പ് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി ആക്ച്വലി നിങ്ങൾ ഇതിൻ്റെ ടോട്ടൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ചെയ്തു വന്നിരിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹാർഡ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിൻ്റെ ആവശ്യം അത് തന്നെയായിരുന്നു. കാരണം വണ്ടി സ്റ്റോക്കായിട്ട് നിലനിർത്തും. ഒരു ടയർ പോലും അപ്സൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ സ്റ്റോക്കായിട്ട് നിർത്തുമ്പോൾ തന്നെ ഇവിടെ പെയിൻറ്റ് എല്ലാം ഒറിജിനൽ പെയിൻറ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പെയിൻറ്റ് കുറച്ചുകൂടെ പോയിട്ടെങ്കിലും നമ്മൾ പെയിൻറ്റ് ഇവിടെ ഈ ഒരു പാവം 2 സൈഡ് നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിൻഡോസ് ഒക്കെ തന്നെ ടിൻറ്റഡ് ഗ്ലാസ് ആണ് ലെഫ്റ്റും റൈറ്റും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് അനദർ കസ്റ്റമറിന് യാത്ര ചെയ്യുമ്പോൾ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആ ഒരു ടിൻറ്റഡ് ഗ്ലാസ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം സേഫ്റ്റിയാണെന്ന്. ഞാനെപ്പോഴും ഇടിച്ച് കാണിച്ചുള്ളത് തരാറുള്ളത് പോലെ തന്നെ പക്ക ഏകദേശം ഒരു 350 കിലോഗ്രാമിൻ്റെ പേലോഡ് ഇതിൻ്റെ പുറത്ത് നമുക്ക് കയറ്റിയാൽ പോലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. ഓരോ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഉപയോഗം എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ വണ്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഡിസൈനിൽ പോലും പലപ്പോഴും നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് സംസാരിച്ച ഈ ഓരോ ഡിസൈൻസും നമ്മൾ ആക്ച്വലി ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും നമ്മളുടേതായിട്ടുള്ള റിസർച്ചിൽ നിന്നാണ്. പിന്നെ എസ്തെറ്റിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തും. പക്ഷേ ബേസിക്കലി 100% എനിക്കെപ്പോഴും ചെയ്യാൻ താല്പര്യം എൻ്റേതായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. കാരണം അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് ഹാർഡ് ടോപ്പ് ചെയ്തതിനകത്തുള്ള ഫെയിലിയർ ആയിട്ടുള്ള ഓണേഴ്സിൽ നിന്ന് പഠനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഐക്കോണിക് ആയിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ വിവരിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അത് അറിയാവുന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ള താറിൻ്റെ സൈഡ് ആംഗിളാണ് ഇത്. നമ്മുടെ ഫാബ്സ് ഓൺ വീൽസിൻ്റെ ഒരു ഐക്കോണിക് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് പോകാം. നമ്മൾ ഈ ഒരു കാര്യത്തിൽ വണ്ടി കസ്റ്റമറിന് സ്റ്റോക്കായിട്ട് തന്നെ വേണം എന്നുള്ളൊരവസ്ഥയിൽ തന്നെ ഒരു കാര്യം കൂടെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓഫ് റോഡ് ബമ്പർ വണ്ടിയിൽ വെക്കണം. അത് കാരണം ഒരു കസ്റ്റമറിന് അത്രയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ അവകാശപ്പെടാനായിട്ടുള്ളൂ, അല്ലെങ്കിൽ ആശിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ഓഫ് റോഡ് ബമ്പർ കസ്റ്റം മെയ്ഡ് നമ്മുടെ സിഗ്നേച്ചറോട് ഒരു ഫസ്റ്റ് ടൈമാണ് നമ്മളുടെ സിഗ്നേച്ചറോട് കൂടി തന്നെ CNC കട്ടിങ്ങിൽ ഫാബ്സ് ഓൺ വീൽസ് മെറ്റൽ വീലയുടെ സിഗ്നേച്ചറിൽ നമ്മളൊരു ബമ്പർ ചെയ്ത് കൊടുക്കുന്നു. ഒരുപാട് ബമ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ഫാബ്സ് വീൽസിൻ്റെ നമ്മുടെ മെറ്റൽ വീലയുടെ കരിയറിൽ നമ്മൾ ആദ്യമായിട്ടൊരു ബമ്പറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നോർമലി ഒരു ബമ്പറാണ്. കവറിംഗ് ബമ്പർ നമ്മൾ ഇതിൽ ഓഫ് റോഡ് ബമ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് കോക്സിൻ്റെ എല്ലാ ഹെഡ്ലൈറ്റ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. ആക്ച്വലി ഇമ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. കോക്സിൻ്റെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബമ്പേഴ്സായി, നമ്മുടെ ഹെഡ്ലൈറ്റ്സായി, ടെയിൽ ലാംപ്സായി, ഈ കാര്യങ്ങളെല്ലാം തന്നെ
ഫാബ്സോൺ വീൽസ് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ബമ്പറിൻ്റെ അഭിപ്രായമൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ ഒരു ബമ്പർ കസ്റ്റമറിന് ഇഷ്ടപ്രകാരം കസ്റ്റമറിൻ്റെ ഡിസൈനിൽ നമ്മൾ ചെയ്തതാണ്. നമ്മുടെ ഡിസൈൻസ് ഒക്കെ തന്നെ വേറെ വേറെ ഡിസൈൻസിൽ വരുന്നുണ്ട്. വണ്ടിയുടെ ഓവറോൾ ഒരു ലുക്കിനെ ബാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ എടുത്തു നിൽക്കാത്ത തരത്തിലാണ് ഈ ഒരു ബമ്പർ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ തന്നെ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഇതിൽ കണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഈ ഒരു സംഭവം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. സൈഡ് പോസ്റ്ററിനെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ കൊടുത്ത്. ഇത് ആക്ച്വലി റെഡിൽ വന്ന സാധനം ഞാൻ ബ്ലാക്കിലാക്കിയതാണ്. കസ്റ്റമറിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇത് റെഡിൽ തന്നെ മതി. പക്ഷേ റെഡിൽ വെക്കുമ്പോൾ ആക്ച്വലി ഒരുപാട് എടുത്ത് നിൽക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കസ്റ്റമറിനെ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ കൺവിൻസ് ചെയ്യുകയായിരുന്നു. ഞാൻ റെഡ് വന്നിരുന്ന സാധനത്തിനെ ബ്ലാക്ക് ആക്കി ഹാർഡ് ടോപ്പിൻ്റെ അതേ ഒരു കളറിലാണ് ഈ ഒരു ഹിഞ്ചസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താറിൻ്റെ എല്ലാ വർഷവും നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഹാർഡ് ടോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം താറിൻ്റെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപയോഗം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കാനായിട്ട്. എവിടെയെങ്കിലും നമ്മൾ ഫാമിലിയായിട്ടൊന്ന് പോകുമ്പോൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മൾ ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ബാക്കിലത്തെ റിയർ ഡോർ ഈ ഒരു തരത്തിലിരിക്കുമ്പോൾ നമുക്ക് റെയിൻ ഈ ഒരു ഭാഗത്ത് വീഴയില്ല. അത് ഹൈഡ്രോളിക് സ്ട്രട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ ഒരു കാര്യം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. കംപ്ലീറ്റ് ഇൻറ്റീരിയറും നമ്മൾ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് തെർമൽ പ്രൂഫും സൗണ്ട് പ്രൂഫും ഒക്കെ ആയിട്ടുള്ള ഷീറ്റ്സാണ് നമ്മൾ ഇതിൻ്റെ ഇൻസൈഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചൂട് കൂടിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പോലും നമുക്ക് വണ്ടിയുടെ AC കൂളിംഗ് പുറത്തോട്ട് ഒരുപാട് പോയില്ല. അതോടൊപ്പം തന്നെ വണ്ടി ആകൃതിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് മുതൽ ബാക്ക് വരെ നമ്മുടെ താറിൻ്റെ ഹാർഡ് ടോപ്പിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് ഒരേ ടൈപ്പ് ഒരു ആകൃതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ കംപ്ലീറ്റ് ഡിസൈൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മുടെ സിഗ്നേച്ചർ ഡിസൈനാണ്, ഫാബ്സോൺ വീൽസിൻ്റെ സിഗ്നേച്ചർ ഡിസൈൻ. അപ്പോൾ ഈ റിയറിൽ ഇരുന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കംപ്ലീറ്റ്ലി ഫ്ലോട്ടിംഗ് ടൈപ്പായിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ റിയർ ഡോർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻസൈഡിൽ ഈ ഹാർഡ് ടോപ്പിൻ്റെ ഇൻസൈഡിൽ വീഡിയോ ചെയ്തു വന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇൻസൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പൈഡർ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്പൈഡർ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റോൾ കേജ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഹാർഡ് ടോപ്പ് ബിൽഡിങ് ഏകദേശം സാൻഡ്വിച്ച് ടൈപ്പ് ഒരു 4 ലെയർ കോട്ടിങ് ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ സേഫ്റ്റി അത്രത്തോളം തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ AC ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ട് താറിൽ ഹാർഡ് ടോപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ സേഫ്റ്റി ആയിട്ട് ഫാമിലി ആയിട്ട് ഈ ഒരു വണ്ടിയെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരു സ്റ്റോക്ക് താറിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെയാണ്, അത്യാവശ്യം നല്ല ആർട്ടിക്കുലേഷനും ഉണ്ട്. അതോടൊപ്പം നമുക്ക് സേഫ്റ്റിയും കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താറിനെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യം വരുന്നില്ല. പഴയ താർ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പഴയ താറിൽ യാത്രാസുഖമില്ല, ഓഫ് റോഡ് വണ്ടിയാണെന്ന് പറയുന്നത് കൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. അപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതുകൊണ്ടാണ്. ഈ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്നോവയുടെ സീറ്റ്സ് ആണ്. ഈ 2 സീറ്റും ഈ ഒരു ഭാഗത്തോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും നമുക്ക് ലഗേജോ കാര്യങ്ങളോ ഇതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് അനദർ ഒരു ഫീച്ചർ കൂടിയാണ്. അതായത് നമ്മുടെ കംഫോർട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഒരു ബൂട്ട് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുമുണ്ട്. ഇത് ആവശ്യമെന്നോളം നമുക്ക് ഹോൾഡ് ചെയ്ത് മാറ്റാനായിട്ടും പറ്റും. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യമായിട്ടുണ്ട്, നമുക്ക് റിയർ വിൻഡോയുടെ കാര്യമായിട്ടുണ്ട്, നമ്മുടെ സേഫ്റ്റിയുടെ കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താറിൻ്റെ റിയർ സൈഡിൽ ഇതൊക്കെയാണ് വന്നിരിക്കും. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. ഒരു ടെയിൽ ലാമ്പും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കസ്റ്റമൈഡ് ചെയ്താണ്. കസ്റ്റമൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റം ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. 2024, 25 മോഡൽ അല്ലെങ്കിൽ 23 മോഡൽ പുതിയ താറിൻ്റെ ടെയിൽ ലാമ്പ് നമ്മൾ ഇതിൻ്റെ റിയറിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബമ്പറോ കാര്യങ്ങളൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. കാരണം കസ്റ്റമറിന് ഈ ഒരു രീതിയിൽ തന്നെ കമ്പനിയിൽ നിന്ന് വരുന്ന പോലെ തന്നെ ഈ ഒരു ഹാർഡ് ടോപ്പ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഹാർഡ് ടോപ്പ് ഇതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനും ടയേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേഞ്ച് ആക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഇപ്പോൾ വീഡിയോ നമ്മൾ ചെയ്തു വരുന്ന അല്ലെങ്കിൽ വാഹനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സമയത്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിലോട്ട് കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് ആക്കാനായിട്ട് പറ്റിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ തന്നെ നമ്മൾ അറിയിക്കണം. നമ്മൾ വണ്ടിയിൽ ഒരു പവർ വിൻഡോ കൂടെ RDയുടെ പവർ വിൻഡോ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹൈ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു പവർ വിൻഡോ തന്നെയാണ് വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫിനിഷിങ്ങിലൂടെ നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. താറ് മാത്രമല്ല എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ ഫ്രെയിമിലും ഓരോ ആംഗിളുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടത്. എനിവേ താറിൻ്റെ എന്തായാലും നമ്മുടെ ഇൻറ്റീരിയറും ബാക്കിയുള്ള കാര്യങ്ങളും ഹാർഡ് വർക്കും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു ഹാർഡ് ടോപ്പ് വണ്ടി ചെയ്തെടുക്കുന്നത്. പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പമാണ്. പേയ്മെൻറ്റ് പറയുമ്പോഴോ എമൗണ്ട് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും ഇത്രയും പൈസ ആവുമെന്നൊക്കെ എല്ലാവരും ചോദിക്കുമെങ്കിലും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇപ്പം ഞാൻ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ആൾക്കാർ കസ്റ്റമൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ വർക്കുകളും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിലോട്ട് എത്തിക്കുന്നത്. ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ഒരുപാട് മെഷീൻസ് ഒന്നും ഉപയോഗിക്കാതെ ഹാൻഡ് മെയ്ഡ്
ആയിട്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി നമ്മൾ ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. എനിവേ ഈ ഒരു വീഡിയോ കണ്ട് നമ്മൾ അത്രത്തോളം തന്നെ സഹായിക്കുകയും അത്രത്തോളം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഫാബ് സോൺ വീൽസ് എന്നെ ഞാനാക്കിയ എന്നെ ഇവിടം വരെ എത്തിച്ച എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് വർക്കുകളായിട്ട് നമ്മളിങ്ങനെയുള്ള ഓരോ വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ വീഡിയോ ആയിട്ട് വരും. ബാക്കിയുള്ള യാത്രകളൊക്കെ ആയിട്ട് എന്നെ കൊണ്ട് എപ്പോൾ പറ്റുമോ ഒരു സാഹചര്യം ഒരു വീഡിയോ എടുക്കാൻ ഒരു സാഹചര്യത്തിൽ പറ്റുമോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നതാണ്. വീണ്ടും അത് എന്നാണോ എപ്പോഴാണെന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഉപജീവനമായിട്ട് മുന്നോട്ടുള്ള അതിജീവനത്തിൻ്റെ യാത്രയിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലത്തുള്ള കസ്റ്റമൈസേഷൻ വർക്കുകൾ എല്ലാത്തരം വർക്കുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജിപ്സിയിലും താറിലും ഫോർച്യൂണറിലും ഒക്കെ ആയിട്ട് ഒരുപാട് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാബ്സ് ഓൺ വീൽസിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. ഒരുപാട് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്.